കയ്യിൽ ഇത്തിരി ബൂസ്റ്റും പാലും ഇരിപ്പുണ്ടെങ്കിൽ ചുമ്മാ അതിങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കി കുടിക്കാതെ ഒരൊറ്റ തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ് ഇന്ന് നമ്മൾ ബൂസ്റ്റ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു പാനാണ് കേട്ടോ. അതിനകത്തോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലവറിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ശരിക്കും ഒരു പുഡിംഗ് പോലെ, നമുക്ക് അതുപോലെ കുൽഫി പോലെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സ് എടുക്കാം, ബോൺവിറ്റ് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് വേണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ ആ ഫ്ലേവറിൽ ചെറിയ വ്യത്യാസം വരുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 10 രൂപേൻ്റെ പാക്കറ്റ് ബൂസ്റ്റ് കറക്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചൊന്ന് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറും അതുപോലെ തന്നെ ആ ബൂസ്റ്റൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ബാക്കി പാല് ചേർക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നത് 1.5 കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ 250 ml കപ്പിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി പാലും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി ഫ്ലെയിം ഓൺ ചെയ്യൽ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഇനി കൂട്ടി വെക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം കോൺഫ്ലോർ നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ അടിവശം ചിലപ്പോൾ ഒന്ന് അടുക്കി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ എല്ലാം അടിയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പം നിർത്താതെ ഇത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിത് കുൽഫിയായിട്ട് ചെയ്യുന്നതെങ്കിൽ കുൽഫീൻ്റെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പുഡിങ്ങിൻ്റെ ട്രേയിൽ തന്നെയാണ് ഓഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് കുൽഫി പോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാനല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രീസറിൽ വേണം വെക്കാനായിട്ട്. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇപ്പം തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അടിവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവും. ശരിക്കും ഒരു കുൽഫി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് പുഡിംഗ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട. നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതിന് പകരം താഴെ ഒരു 2 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുൽഫി മോൾഡൊക്കെ ഉള്ളവർ അതിൽ ചെയ്താൽ മതി. അപ്പോൾ അത് ഞാനിത് സെർവ് ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫിയാണ്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്